എല്ലാവർക്കും നമസ്കാരം. വീര ധീര സൂരൻ വിക്രം എസ് എ സൂര്യ, നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ സുരാജ് വെഞ്ഞാറമൂട്, മൂന്നുപേരും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് അരുൺകുമാർ സംവിധാനം ചെയ്ത് GV പ്രകാശ് കുമാറിന്റെ മ്യൂസിക്കിൽ പുറത്തു വന്ന ഒരു തമിഴിലെ ഒരു ഏറ്റവും പുതിയ ഒരു വെറൈറ്റി ത്രില്ലർ ആണ് വീര ധീര സൂരൻ. എമ്പുരാന്റെ കൂടെ ഇറങ്ങിയതുകൊണ്ട് അധികം പെട്ടെന്ന് ആരും പറയപ്പെട്ടില്ല. പക്ഷേ എമ്പുരാൻ അത്ര മികച്ച അഭിപ്രായങ്ങൾ നേടാത്തത് കൊണ്ട് തൊട്ടു ബാക്കിൽ നിന്ന് അടുത്ത സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് ഈ സിനിമ. തമിഴ്നാട്ടിൽ തന്നെ നല്ല ഓട്ടമാണ്. അപ്പോ എമ്പുരാന്റെ ആ ഒരു ചൂട് കഴിഞ്ഞതിന് ശേഷം, അതായത് എമ്പുരാൻ കണ്ട് ആ ഒരു പൂർണ്ണ തൃപ്തി അടയാത്ത ആ ഒരു വേളയിൽ അടുത്ത് ഈ സിനിമയ്ക്ക് തന്നെ കയറി. തുറന്നു പറയാം, ഒരു അത്യുഗ്രൻ ത്രില്ലർ എന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ലാത്ത പടം അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, കുറെ നാൾക്ക് ശേഷമാണ് ഇത്രയും തൃപ്തികരമായിട്ടുള്ള ഒരു സംഭവം കാണുന്നത്. അതായത് ഒരു രാത്രി നടക്കുന്ന കഥ, ഭയങ്കര ത്രില്ലിംഗ് മൊമെന്റ്സ്, അടിപൊളി ക്യാമറ, അടിപൊളി വർക്ക്, BGM, എല്ലാ തരത്തിലും ഒരു കയ്യിൽ നിന്ന് പോകാത്ത, തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഭാഗത്തും കയ്യിൽ നിന്ന് പോകാത്ത രീതിയിലുള്ള സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, എഡിറ്റിംഗ് എല്ലാം പക്ക അടിപൊളി. അതായത് നമ്മൾ എന്താണോ നമ്മൾ ആ സിനിമ കണ്ടു തുടങ്ങുന്ന ഫസ്റ്റ് സീൻ, സുരാജ് ഒരു സ്റ്റേജ് ഫംഗ്ഷൻ പറഞ്ഞതാണ്, ആ സിനിമയിലെ ഒന്നാമത്തെ ഷോട്ട് മുതൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ രംഗം മുതൽ കഥ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഒരൊറ്റ പോക്കാണ്. കഥ ആദ്യം ഇത്തിരി സ്ലോയിലാണ് പോകുന്നത്, പിന്നെ 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 ഇങ്ങനെ ചുടുകേറി പോകുന്നു. പിന്നെ അവസാന ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ക്ലൈമാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ പറഞ്ഞാൽ തേനി ഈശ്വറിന്റെ ക്യാമറ, ഒരു രക്ഷയില്ല, ഫുൾ നൈറ്റ് ഷോട്ടുകളാണ്. ഒരു രാത്രി നടക്കുന്ന കഥയാണ്. ഒരു രാത്രി നടക്കുന്ന കഥ എന്ന് പറയുമ്പോൾ തന്നെ എത്ര നല്ലൊരു ത്രില്ലർ ആയിരിക്കും, എത്ര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പടമായിരിക്കും എന്ന് വെറുതെ നമുക്ക് ഊഹിക്കാം. ഒരു രാത്രി നടക്കുന്ന കഥ, അത് നൈറ്റ് ഷോട്ടുകളാണ് കംപ്ലീറ്റ്. പക്ഷെ യാതൊരുവിധ ഇറിറ്റേഷനും ഇല്ലാത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേനി ഈശ്വറിന്റെ ക്യാമറ അടിപൊളിയാണ്. പിന്നെ അടുത്ത പടത്തിന് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഇത് കിട്ടുന്നത്, ഒരു ഫീല് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. GV പ്രകാശ് കുമാർ അന്നും ഇന്നും കിടിലമായി തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. പയ്യൻ നമ്മളെ ഈ അനിരുദ്ധ ഒന്നും ഇദ്ദേഹത്തിന്റെ നേൽവെട്ടത്ത് നിർത്താൻ കൊള്ളില്ല, തുറന്നു പറഞ്ഞുതരാം. അന്നും ഇന്നും യാതൊരുവിധ ആ കയ്യിലെ സ്റ്റോക്ക് തീരാത്ത പുതുമ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു ഭയങ്കരമായ ടാലന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് GV പ്രകാശ് കുമാർ. GV പ്രകാശ് കുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പാട്ടുകൾ ഇതെല്ലാം അടിപൊളിയായിരുന്നു, യാതൊരുവിധ കുഴപ്പമില്ല. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ് ഒരാൾ വെറുതെ നടന്നു പോയാൽ പോലും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്ന അത് GV പ്രകാശ് കുമാറിന്റെ ആ ഒരു മ്യൂസിക് തന്നെയാണ്. എടുത്തു പറഞ്ഞേ പറ്റൂ, പടത്തിനെ മൊത്തത്തിലൊരു ഊർജ്ജസ്വലമാകുന്നത് ഇതാണ്. പിന്നെ ആക്ഷൻ സീൻസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഒരുപാട് ആക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്നോ രണ്ടോ ചെറിയ ആക്ഷൻ സീൻസ്, അതിലും കോരിത്തെരിപ്പിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. പിന്നെ പെർഫോമൻസ്, വിക്രം പറയേണ്ട ഒരു ഒന്നൊന്നര കംബാക്ക് ആണ്. തങ്കലാൻ വിചാരിച്ച പോലെ വിജയിച്ചില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, പക്ഷെ വിജയിച്ചില്ല. പക്ഷെ ഒരു മാസ് ആയിട്ടുള്ള ഒരു കംബാക്ക് എന്ന് നമുക്ക് പറയാം. വിക്രമിന്റെ ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ ഇല്ലാതായി കിടന്ന വിക്രം വീണ്ടും പുനർജനിക്കുകയാണ് എന്ന് തന്നെ പറയാം. അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ മാസ് ആയിട്ടുള്ള റോളാണ്, നല്ല കിടില റോളാണ്. പിന്നെ S.A. സൂര്യ ഓവറല്ല. S.A. സൂര്യ പൊതുവെ നമ്മൾ ചില സിനിമകളിൽ കാണുന്ന പോലെ ഒരു ഓവർ പെർഫോമൻസ് ഒന്നുമില്ല, നീറ്റാണ്, പക്ക പെർഫോമൻസ് ആണ്, നല്ല ഒറിജിനാലിറ്റി ഉള്ള പെർഫോമൻസ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് സുരാജ് വെഞ്ഞാറമൂട്. തമിഴിൽ ഇന്ന് വരെ വലിയ റോളൊന്നും ചെയ്തിട്ടുള്ള ആളല്ല, പക്ഷെ പോയി പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രം. ഈ ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ നിന്ന് പെർഫോം ചെയ്യണമെങ്കിൽ എന്തുമാത്രം കഴിവും ചുമയും വേണം എന്ന് നമുക്ക് വെറുതെ ഊഹിക്കാം. അവരുടെ ഇടയിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് അടിപൊളിയായിട്ടുള്ള നല്ല കിടുകിടിലം ഒരു വില്ലൻ റോള് ചെയ്ത് തകർത്തിരിക്കുകയാണ്. ഉറപ്പാണ് ഇനി തമിഴിൽ സുരാജിന് ഒരു 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 പ്ലേസ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. അങ്ങനത്തെ പെർഫോമൻസ് ആണ് ഈ പടത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സ്വന്തം തമിഴാണ്, വലിയ കുഴപ്പമില്ല, തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എടുത്തു പറയേണ്ടത്, പിന്നെ പടത്തിന്റെ കുറച്ച് കുറവ് എന്താണെന്ന് പറഞ്ഞാൽ ഈ നടിയും നടനുമായിട്ടുള്ള കുറച്ച് റൊമാൻറ്റിക് സീൻസുകളും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പടത്തിന്റെ ആ ഒരു ഇതൊരിക്കലും അങ്ങനത്തെ ഒരു പടമല്ല. പടം നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ത്രില്ലറാണ്. അതിന്റെ ഇടയിൽ പോലും നായകനും നായികയ്ക്കും ഇടയിലുള്ള ആ ഒരു പ്രണയവും റൊമാൻസ് ഒക്കെ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫ്ലാഷ് ബാക്ക് സീനിൽ ഒരു കല്യാണ വീട്ടിൽ ആ ഒരു സംഭവത്തിന്റെ അവിടെയൊക്കെ കൊണ്ടിട്ട് കുറച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ഈ സിനിമയ്ക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റിക്ക് ചേർന്ന രംഗങ്ങളല്ല. പിന്നെ എടുത്തു പറയേണ്ടത്, പിന്നെ എന്നെ ഏറ്റവും ഞെട്ടിച്ച സംഭവം, ഈ പടത്തിലൊരു സിംഗിൾ ടേക്ക് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആക്ഷൻ ആണ്, സിംഗിൾ ടേക്ക് ആണ്. എന്റെ കണ്ണിൽ ഒരു 15 മിനിറ്റ് അങ്ങനെ ലെങ്ത് വരും. എല്ലാവരും ഇൻവോൾവ് ആണ്. സുരാജും S.A. സൂര്യയും
വിക്രമും എല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടൊരു ആക്ഷൻ സീൻ. നൈറ്റാണ്, സിംഗിൾ ടേക്കാണ്, പല ഭാഗങ്ങളിലും പോയി ഒറ്റ ടേക്കിൽ തന്നെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അതിൽ എക്സ്പ്ലോഷൻ ഉണ്ട്, ഗൺ ഫൈറ്റ് ഉണ്ട്, അല്ലാത്ത ഫൈറ്റ് ഉണ്ട്, പിന്നെ കാർ ക്രാഷ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒന്നൊന്നര ഒരു എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള എന്നെ ഞെട്ടിച്ച സിംഗിൾ ടേക്കുകളിൽ ഒരെണ്ണമാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ എമ്പുരാനേക്കാൾ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പൂർണ്ണ തൃപ്തി തരുന്ന ഒരു അത്യുഗ്രൻ ത്രില്ലർ. സത്യം പറഞ്ഞാൽ കുറെ നാളായി ഇതുപോലൊരു സിനിമ കണ്ടിട്ട്. അപ്പൊ ലോകേഷ് കനകരാജ് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ പടം ചെയ്യുമ്പോൾ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ലോകേഷിന്റെ സ്റ്റൈൽ ഡയറക്ഷനിൽ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അരുൺ കുമാർ കിടിലം ഡയറക്ടറാണ്. പുള്ളിക്കാരന്റെ മുമ്പത്തെ സിനിമകളൊക്കെ നമുക്ക് ചിത്ത എന്നൊക്കെ പറയുന്ന സിനിമ പുള്ളിക്കാരന്റെ സിനിമയാണ്. അങ്ങനെ വേറെയും കുറെ സിനിമകളുണ്ട്. നല്ല ഡയറക്ടറാണ്. മൊത്തത്തിൽ പടത്തിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടീം ഒരു അടിപൊളി ടീമാണ്. അതിന്റെ ഫുൾ ഔട്ട്പുട്ടും പുറത്തേക്ക് കാണാറുണ്ട്. ഒരു ഇഞ്ച് പോലും വേച്ചിലില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമുക്ക് ആ പടത്തിൽ നിന്ന് കിട്ടും. ചെന്നിരുന്നാൽ മതി, കണ്ടു തീർന്നിട്ട് ഹാപ്പി ആയിട്ട് അയച്ചു പോകാം. അത്ര ഒരു കിടിലൻ ത്രില്ലർ. രോമാഞ്ചം, കയ്യടി എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഇതുണ്ട്. പിന്നെ ഫാമിലി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാ സംഭവം ചെയ്തിട്ടുള്ള ഒരു എക്സലന്റ് ത്രില്ലർ, അൺമിസ്സബിൾ എന്ന് തന്നെ പറയാം. ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണുക, അല്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ.